നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അധ്യാപികമാരുടെ വിവാദ പരാമർശങ്ങളെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ ഓണാഘോഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് ആവേശകരമാക്കി. ഇന്നും സ്കൂളിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. മാനേജ്മെന്റിന്റെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷം ഭക്തിസാന്ദ്രം. ഇല്ലംനിറ തൊഴുത് നിറക്കതിർ പ്രസാദമായി ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നത് ആയിരങ്ങൾ. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ പിടികൂടി. ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പ്രതികളെ പിടികൂടിയത്. മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. ഉറവിടത്തെപ്പറ്റിയും വിതരണ ശൃംഖലയെപ്പറ്റിയും അന്വേഷണം നടത്തും. എരുവപ്പെട്ടി പതിയാരത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. വാർത്തകൾ വിശദമായി. പൂക്കളമിട്ടും പാട്ടുപാടിയും പായസം ഉൾപ്പെടെയുള്ള സദ്യ കഴിച്ചും അവർ ഓണാഘോഷം കെങ്കേമമാക്കി. അധ്യാപികമാരുടെ വിവാദ പരാമർശങ്ങളെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ ഓണാഘോഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് ആവേശകരമാക്കി മാറ്റി. ചേരിതിരിവിന്റെയും വിഭജനത്തിന്റെയും സങ്കുചിത വികാരവായ്പകൾക്ക് സ്ഥാനമില്ലെന്ന് തെളിയിച്ച് ഒരുമയുടെ സന്ദേശവുമായാണ് ഈ വിദ്യാലയത്തിൽ ഓണാഘോഷം നടത്തിയത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഐതിഹ്യ പെരുമയുടെ കാലത്തിന്റെ സ്മരണയിൽ ഓണാഘോഷം കുട്ടികൾ അവിസ്മരണീയമാക്കി. മുണ്ടും പട്ടുപാവാടയുമായും പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുമെത്തിയ കുട്ടികൾ അധ്യാപകരുടെ സഹായത്തോടെ പൂക്കളമിട്ടു. തുടർന്ന് ഓണപ്പാട്ടും നൃത്താവതരണവും മറ്റും നടന്നു. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സ്പൂൺ റേസ് തുടങ്ങിയ മത്സരങ്ങളിൽ ആവേശത്തോടെ കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് പായസമടക്കമുള്ള വിഭവങ്ങളുമായി ഓണസദ്യയും കഴിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. ഓണാഘോഷം ഹിന്ദു ആചാരമാണെന്നും ഷിർക്കാണെന്നുമുള്ള അധ്യാപികമാരുടെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്നത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. പോലീസ് കാവലിൽ തന്നെയാണ് ഓണാഘോഷം നടന്നത്. മതാതീതമായ കാഴ്ചപ്പാടോടെ മലയാളി ആഘോഷിച്ചു വരുന്ന ഓണമെന്ന പൈതൃക സ്മൃതിയെ അനാവശ്യമായി വർഗീയമായ വേലികെട്ടിനകത്താക്കാൻ നടത്തിയ അബദ്ധ സമീപനങ്ങൾക്കെതിരെ സമൂഹമൊന്നാകെ പ്രതിരോധം തീർത്തതോടെ വിഭജനാശയങ്ങൾ നാട് ഒരു മനസ്സോടെ തള്ളി. കുട്ടികൾ നിറഞ്ഞ മനസ്സോടെ മാവേലി മന്നനെ വരവേറ്റു. ക്രിസ്മസും ഓണവും റമദാനും പെരുന്നാളും പൂരവും നേർച്ചകളുമെല്ലാം ഒരു മനസ്സോടെ തന്നെ കുട്ടികളും മുതിർന്നവരും ഇനിയും ആഘോഷിക്കും എന്ന വലിയ സന്ദേശത്തോടെയാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ ഓണാഘോഷത്തിന് സമാപനമായത്. കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും DYFI കടവലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രവർത്തകർ മധുര വിതരണം നടത്തി. ഓണാഘോഷത്തിനിടെ മധുരം നൽകി ഓണാശംസകൾ നേർന്ന് വർഗീയത തുലയട്ടെ എന്ന സന്ദേശം എഴുതിയ കാർഡുകൾ നൽകുകയായിരുന്നു. DYFI കടവലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ, പ്രസിഡന്റ് നിഷിൽ, ട്രഷറർ ശ്രീരാഗ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൂരജ്, റിൻഷാദ്, സുർജിത്ത്, ആഷിഖ്, മേഖലാ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രതീകാത്മകമായ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയമാണ് മതേതര ആശയമൂല്യങ്ങളും നല്ലൊരു ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നുള്ള DYFIയുടെ ഏറ്റവും പ്രതീകാത്മകമായ ഒരു ആശയമാണ്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ പുലേരിയിലെ കൊച്ചുകുട്ടികൾക്ക് നല്ലൊരു ആശയം ഞങ്ങൾ ഒരു DYFI അതിൻ്റെ പോലെ സംഘടിപ്പിച്ചുകൊണ്ട് മിഠായി വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ആശയം എഴുതി കൊടുത്തുകൊണ്ട് ഈ ടാഗിലൂടെ അവർക്ക് ആശയം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പരിപാടി, ഈ മാതൃകാപരമായ ക്യാമ്പയിൻ ഞങ്ങൾ ഈ DYFIക്കാർ വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളും ഞങ്ങളുടെ വീഡിയോകളും ഞങ്ങളുടെ നടത്തിയ സമര ക്യാമ്പയിനുകളും വളരെ ആവേശത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും നല്ല വിദ്യാഭ്യാസം ഈ സ്കൂളിനകത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക്. AYF കുന്നുകുളം മണ്ഡലം കമ്മിറ്റി വിവാദ വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ലഘുലേഖ വിതരണവും നടത്തി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. 2 അധ്യാപികമാരെയും സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിവാദ വാട്സപ്പ് സന്ദേശം അയച്ചതിൽ മാനേജ്മെന്റിന് പങ്കുണ്ടെങ്കിൽ
സ്കൂളിന്റെ അംഗീകാരം റദ്ദു ചെയ്യുന്നത് അടക്കമുള്ള നടപടികളെ സ്വീകരിക്കണമെന്നും പ്രസാദ് പാറേരി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം ലിനി ഷാജി, CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി AH ഹസൻകുട്ടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് അന്തിക്കാട് നന്ദിയും പറഞ്ഞു. ബാലസംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും പൂക്കളവും മധുര വിതരണവും നടത്തി. ഏരിയ പ്രസിഡന്റ് ഭാഗ്യ K ബാബുവിന്റെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറി ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ സെക്രട്ടറി സാൻജോ തോമസ്, ജില്ലാ കോർഡിനേറ്റർ നവമി, ഏരിയ കമ്മിറ്റി അംഗം രഘു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ആദിത്യൻ, മുൻ സെക്രട്ടറി യശ്വന്ത് കൃഷ്ണ, വില്ലേജ് സെക്രട്ടറി KV ഗായത്രി, കോർഡിനേറ്റർ ശ്രീജ വേലായുധൻ, വില്ലേജ് ജോയിന്റ് കൺവീനർ MS ശ്രീരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ കൺവീനർ രമേശ് ചൂണ്ടൽ സ്വാഗതവും വില്ലേജ് കൺവീനർ നിഷിൽ കുമാർ നന്ദിയും പറഞ്ഞു. ഈ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ കവളുകളിൽ ഉമ്മ വയ്ക്കുന്നത് ഇതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അറിയില്ല. അവരുടെ മാതാപിതാക്കളും അവരുടെ അധ്യാപകരും അവരുടെ സമൂഹവും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്യും. ഇത് ഈ ക്യാമ്പസിൻ്റെ അകത്ത് ഈ സ്കൂളിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മോശമായ പ്രവർത്തനം. ഇത് തിരുത്തി തന്നെ പോകണം. ആ ടീച്ചർക്കെതിരായ എല്ലാ തരത്തിലുള്ള നടപാടുകളും ഉണ്ടാവണം എന്നുള്ള. മറ്റു വാർത്തകൾ. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ പിടികൂടി. ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പ്രതികളെ പിടികൂടിയത്. എറണാകുളം സ്വദേശി ആഷിഖ്, ഭാര്യ പത്തനാപുരം സ്വദേശി ഷഹന, മാള സ്വദേശിനി ഹരിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് MDMA തൃശൂരിൽ എത്തിച്ചത്. ട്രെയിൻ ഇറങ്ങിയ ശേഷം റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ ഗുഡ്സ് ഷെഡിന് സമീപത്ത് വെച്ചാണ് മൂവരെയും പോലീസ് പിടികൂടിയത്. മയക്കുമരുന്ന് വാങ്ങാൻ മറ്റൊരാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തുമെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടികൾ. ഇതനുസരിച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. മൂവരുടെയും അറസ്റ്റ് വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങിയത്, ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി പതിയാരത്ത് തെരുവുനായ ആക്രമണം, 3 പേർക്ക് പരിക്കേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. പ്രദേശവാസികളായ അജി ജോസ്, ഇഗ്നേഷ്യസ്, കച്ചവടത്തിനായെത്തിയ വടക്കാഞ്ചേരി സ്വദേശി എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പതിയാരം പള്ളി കഴിഞ്ഞ് തൂമ്പിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്നത്. വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരെയും റോഡിലൂടെ നടന്നു പോകുന്നവരെയും തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. കടിയേറ്റ പതിയാരം സ്വദേശികളായ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കച്ചവടക്കാരനെ ബന്ധുക്കളെത്തി കൊണ്ടുപോയി. തെരുവുനായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നു. നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലംനിറയാഘോഷം ഭക്തി നിർഭരമായി. ഇല്ലംനിറ തൊഴുത് നിറക്കതിർ പ്രസാദമായി ഏറ്റുവാങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ അരിമാവണിഞ്ഞ് നാക്കിലകൾ വെച്ച് കതിർക്കറ്റകൾ സമർപ്പിച്ചതോടെയായിരുന്നു ചടങ്ങിൻ്റെ തുടക്കം. അവകാശികളായ മനയത്ത്, അഴീക്കൽ കുടുംബക്കാർ 3 തവണ ദീപസ്തംഭത്തെ വലം വെച്ച് കതിർ സമർപ്പിച്ചു. ഉണക്കലരിയിട്ട ഓട്ടുരുളിയിൽ ആദ്യക്കറ്റ വെച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തിമാരുടെ നേതൃത്വത്തിൽ കീഴ്ശാന്തിക്കാർ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. കൊടിമരത്തിനു സമീപം ദശപുഷ്പം, ആലില, മാവ്, പ്ലാവ്, നെല്ലി, കാഞ്ഞിരം ഇലകൾ, കരിക്കൊടിവള്ളി എന്നിവയുടെ നിറക്കോപ്പിൽ കതിർ സമർപ്പിച്ചു. മേൽശാന്തി അച്യുതൻ നമ്പൂതിരി കതിരിന് ലക്ഷ്മി പൂജ നടത്തി. കതിരുകളിൽ ഒരു ചുരുട്ട് മേൽശാന്തി ശ്രീലകത്ത് ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിച്ചു. പട്ടിൽ പൊതിഞ്ഞ് ശ്രീകോവിലിൽ ചാർത്തിയതോടെ ചടങ്ങ് പൂർത്തിയായി. ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും ഇല്ലം നിറ നടത്തി. പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ചെമ്മന്തട്ടയിൽ കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ വശത്ത് സ്ഥാപിച്ച പരസ്യ ബോർഡിലും സർവേ കല്ലിലും ഇടിച്ചു. കാർ യാത്രികരായ 3 പേരിൽ ഒരാൾക്ക് പരിക്കേറ്റു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ചെമ്മന്തട്ട ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് വ്യാഴാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടം. അക്കിക്കാവ് ഭാഗത്തു നിന്ന് കേച്ചേരി ഭാഗത്തേക്ക് പോയിരുന്ന ഹ്യൂണ്ടായി കാറാണ് അപകടത്തിൽപ്പെട്ടത്. മഴയെ തുടർന്ന് റോഡിൽ നിന്നും തെന്നി നീങ്ങിയ കാർ പരസ്യ ബോർഡിൽ ഇടിച്ച ശേഷം സമീപത്തെ വീട്ടുമതിലിനോട് ചേർന്നുള്ള സർവേ കല്ലിലും ഇടിച്ചാണ് നിന്നത്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ സൈഡ് ചേംബറുകളിൽ നിന്ന് പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുകുന്നു. അർബൻ ബാങ്കിന് സമീപത്തും ചാമുണ്ടേശ്വരി റോഡിലുമാണ് മാൻഹോളിൽ നിന്നും റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത്. കാൽനട യാത്രക്കാർ ഇതിൽ ചവിട്ടി നടക്കേണ്ട അവസ്ഥയുമുണ്ട്. മാറി നടന്നാൽ തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്യും.
പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് പറഞ്ഞു. കക്കൂസ് മാലിന്യം പൊതുനിരത്തിൽ പരന്നൊഴുകിയിട്ടും നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയനും പറഞ്ഞു. ചാവക്കാട് ഉരുമനിയൂരിൽ യുവാവിനെ സംഘം ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ പിടിയിലായി. മണത്തല സ്വദേശി താഴത്തെ വീട്ടിൽ വലിയോൻ എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള അർഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ചാവക്കാട് SHO PV വിമലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഒളിവിൽ പോകാൻ ശ്രമിക്കവേ മലപ്പുറം ജില്ലയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളടക്കം 5 പേർ ചേർന്നാണ് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ഉരുമനൂർ തങ്ങൾപ്പടി സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ ഫദലുവിനെയാണ് സംഘം കുത്തി പരിക്കേൽപ്പിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതിക്ക് വിവിധ സ്റ്റേഷനുകളിലായി 15ഓളം കേസുകളുണ്ട്. കാപ്പ പ്രകാരം പ്രതി 6 മാസത്തേക്ക് തടവിൽ കഴിഞ്ഞ ശേഷം ജനുവരിയിലാണ് പുറത്തിറങ്ങിയത്. SIമാരായ ശരത് സോമൻ, S വിഷ്ണു, ASIമാരായ അൻവർ സാദ്, ഷിഹാബ്, CPOമാരായ ശിവപ്രസാദ്, അരുൺ, രജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മറ്റു പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു. കരിക്കാട് ചോലയിൽ ഒരു കുടുംബത്തിലെ 2 പേർ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 5:30 പുത്തൻ വീട്ടിൽ 75 വയസ്സുള്ള കുഞ്ഞിക്കോയയും രാവിലെ 7:30 ഭാര്യ മാതാവ് ആശാരി വളപ്പിൽ പരേതനായ അബൂബക്കർ ഭാര്യ 95 വയസ്സുള്ള ആയിഷയുമാണ് മരിച്ചത്. ഒരേ വീട്ടിൽ താമസിച്ച് വന്നിരുന്ന ഇരുവരും ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇരുവരുടെയും ഖബറടക്കം വ്യാഴാഴ്ച രാത്രി 8-ന് കോട്ടോൾ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഖദീജയാണ് കുഞ്ഞിക്കോയയുടെ ഭാര്യ. മുഹമ്മദ് ബഷീർ, മുഹമ്മദ് തസ്ലിം, ഷാനില, ഷക്കീല എന്നിവർ മക്കളാണ്. ഖദീജ, വിസരിയ, കുഞ്ഞിക്കോയ, റഫീഖ് എന്നിവർ ആയിഷയുടെ മക്കളാണ്. യുവതിയുടെ പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൃഷ്ണകുമാറിന്റെ രാജി ആവശ്യപ്പെട്ടും വടകര MP ഷാഫി പറമ്പലിനെ നടുറോഡിൽ തടഞ്ഞ് അസഭ്യം പറഞ്ഞ DYFIക്കെതിരെയും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പഞ്ഞിതറം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി MH നൌഷാദ്, കർഷക കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കരീം വെള്ളറക്കാട് സ്വാഗതവും റഫീഖ് ഐനിക്കുന്നത്ത് നന്ദിയും പറഞ്ഞു. പ്രകടനത്തിൽ ഗാന്ധി ദർശൻ സമിതി കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രാമകൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എയ്യാൽ, മറ്റു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആശാ വർക്കർമാർക്ക് ഓണക്കോടിയും ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റും സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആശാ വർക്കർമാർക്കും ഓണക്കിറ്റ് സമ്മാനിച്ചു. നാട്ടിൽ ഓടി നടന്ന് മികവാർന്ന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആശമാർ നേരിടുന്ന ക്ലേശങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്ന സമയത്താണ് കുന്നംകുളത്ത് മാതൃകാപരമായ രീതിയിൽ ഓണവിരുന്ന് നടന്നത്. ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ആയിരുന്നു സംഘാടകർ. 2007 മുതൽ ആശമാരായി പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരിൽ പലർക്കും ഇതാദ്യമായിട്ടാണ് ഇതുപോലെ ഓണക്കോടിയും ഓണക്കിറ്റും ലഭിക്കുന്നത്. വ്യക്തിപരവും കുടുംബപരവുമായ പരാധീനതകൾ അവഗണിച്ച് മഴയും വെയിലും കൊണ്ട് തങ്ങളിൽ അർപ്പിതമായ കർത്തവ്യങ്ങളിൽ വീഴ്ച വരുത്താതെ ആരോഗ്യ സേവനത്തിന്റെ വഴിവിളക്കാകുന്നവർക്ക് ഈ ഓണാഘോഷം മറക്കാനാകാത്തതായി ആ സന്തോഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആശാ വർക്കർമാരായിട്ട് ഈ കുന്നംകുളത്ത് നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സമ്മാനമായി കിട്ടി. അത് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യം, ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി ഷെയർ ആൻഡ് കെയർ എന്ന ഈ ചാരിറ്റി ട്രസ്റ്റ് ഞങ്ങളെ സ്നേഹത്തോടു കൂടി ഇന്ന് ഈ സ്നേഹ വിരുന്ന് എന്ന് തന്നെ പറയാം ഇതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അതിൽ അഭിമാനമുണ്ട്. അവരുടെ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു സപ്പോർട്ടും കൂടി നൽകുന്നു. ഞങ്ങൾ കോവിഡ് കാലത്ത് മാത്രമല്ല 18 വർഷത്തോളമായി ആശാ പ്രവർത്തകരായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിന്റെ രീതിയിൽ ഞങ്ങൾക്ക് ഇന്നേ വരെ അർഹിക്കാത്തൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആശ എന്നൊരു ഗ്രൂപ്പിനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് ഈ ഒരു സമ്മാനം തന്നത്, ഈ ഒരു ഗിഫ്റ്റ് തന്നത് ഞങ്ങൾക്ക് എത്രയും സന്തോഷമാണ്. ഞങ്ങളിത് എന്നും ഓർക്കും. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരുടെ ഓണസംഗമം സിവിൽ സൊസൈറ്റി വിത്ത് ആശാ വർക്കേഴ്സ് ചെയർമാൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷമീർ ഇഞ്ചിക്കാലയിൽ, CK അപ്പുമോൻ, സക്കറിയ ചീരൻ, ജിനീഷ് തെക്കേക്കര, KV സാംസൺ, EMK ജിഷാർ എന്നിവർ സംസാരിച്ചു. പാട്ടുപാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും ആശമാർ ഈ അപൂർവ ദിനം വിരുന്നാക്കി.
നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നുമായി 166 ആശാവർക്കർമാർ സംഗമത്തിൽ പങ്കെടുത്തു. സാമൂഹിക ബോധവൽക്കരണവും ആരോഗ്യ അവബോധവും സൃഷ്ടിക്കുന്ന ആശാപ്രവർത്തകർക്ക് ഈ സംഗമം അർഹിക്കുന്ന ആദരവായി മാറി. എരുമപ്പെട്ടി പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. കുണ്ടന്നൂർ തുരുത്ത് വനിതാ വ്യവസായ കേന്ദ്രത്തിലാണ് വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ ES സുരേഷ്, PM സജി, MP അജയൻ, സ്വപ്ന പ്രദീപ്, KB ബബിത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. വാഗാശ്രീ കാർത്യായനി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ തറക്കല്ലിടൽ നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തറക്കല്ലിടൽ നിർവഹിച്ചു. ആധാരശിലയുടെ പൂജാകർമ്മത്തിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഊട്ടുപുര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ വാഗ അധ്യക്ഷനായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രമ പുറവൂർ ആചാര്യ സ്വീകരണം നടത്തി. സെക്രട്ടറി P ശിവശങ്കരൻ, രക്ഷാധികാരി തൊമ്മിൽ ബാലൻ, അഡ്വക്കേറ്റ് KV രാമഭദ്രൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, രാജി മണികണ്ഠൻ, ബാലചന്ദ്രൻ വടാശ്ശേരി, ക്ഷേത്ര ഭരണസമിതി അംഗം PP മോഹനൻ എന്നിവർ സംസാരിച്ചു. 6 വയസ്സ് പിന്നിട്ട ക്ഷേത്രം ഊരാള കുടുംബാംഗമായ കൃഷ്ണനുണ്ണി മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങുകളും നടന്നു. മേൽശാന്തി അനിലൻ നമ്പൂതിരി കാർമ്മികനായി. പൂജിച്ച നെൽക്കതിർ പ്രസാദമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ടോറസ് ലോറികളിലെ മണ്ണും കല്ലുകളും റോഡിൽ പതിച്ചതിനെ തുടർന്ന് ചളിക്കുണ്ടായി മാറിയ ചാവക്കാട് നഗരമധ്യം വൃത്തിയാക്കി. ഇന്ന് പുലർച്ചെയാണ് ചാവക്കാട് സെന്ററിൽ ദേശീയപാത നിർമ്മാണത്തിനായി ട്രിപ്പ് നടത്തുന്ന 2 ടോറസ് ലോറികളിലെ മണ്ണും കല്ലുകളും റോഡിൽ പതിച്ചത്. ശക്തമായ മഴയുള്ളതിനാൽ ഇതോടെ നഗരമധ്യം ചെളിക്കുണ്ടായി മാറുകയായിരുന്നു. അപകടാവസ്ഥ മുന്നിൽ കണ്ട് ഫയർഫോഴ്സും നഗരസഭാ ജീവനക്കാരും ചേർന്ന് റോഡ് വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കി. അമിതമായി മണൽ കയറ്റിയ ലോറികളുടെ പിൻവാതിൽ അടയ്ക്കാത്തതാണ് മണലും ചരൽക്കല്ലുകളും റോഡിൽ വീഴാൻ കാരണമായത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മേക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തി പരമേശ്വരൻ സഹകാർമ്മികനായി. ദേവസ്വം ഓഫീസർ G ശ്രീരാജ് നേതൃത്വം നൽകി. ശേഷം പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൊവ്വലൂർ കരിയന്നൂർ പട്ടികജാതി ഗ്രാമത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK അസീസ്, ശരത് രാമനുണ്ണി, ഷീബ ചന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു എന്നിവർ സംസാരിച്ചു. നിർവഹണ ഏജൻസിയായ ആലുവ FITയിലെ എഞ്ചിനീയർ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോഡ് നിർമ്മാണം, വീടുകളുടെ പുനരുദ്ധാരണം, സൈറ്റ് പ്രൊട്ടക്ഷൻ, പൊതുകിണർ നവീകരണം, മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ ഭക്തിനിർഭരമായി. രാവിലെ 9:30 മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കതിർക്കുലകൾ പൂജിച്ചു. മേൽശാന്തിയും കീഴ്ശാന്തിക്കാരും ചേർന്ന് കതിർക്കറ്റകൾ ശിരസിലേന്തി ശംഖുനാഥത്തിന്റെയും പരിഷവാദ്യത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് നാലമ്പലത്തിലെ മണ്ഡപത്തിൽ സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ശ്രീലകത്ത് മഹാദേവന്റെയും ഉപദേവന്മാരുടെയും ക്ഷേത്രങ്ങളിലെത്തിച്ച് പൂജിച്ചു. പിന്നീട് നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകാനായി വിതരണം ചെയ്തു. PKS എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതി ആചരിച്ചു. ലോക്കൽ പരിധിയിലെ വിവിധ യൂണിറ്റുകളിൽ നേതാക്കൾ പതാക ഉയർത്തി. മങ്ങാട് സെൻട്രൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PKS ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. PKS ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുമന സുഗതൻ,
നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. സുന്ദരാക്ഷൻ സ്വാഗതവും ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. PKS ചാവക്കാട് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഹോച്ച്മിൻ സെന്ററിൽ സംഘടിപ്പിച്ച അയ്യൻകാളി സ്മൃതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CK അശോകൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഷൈനി ഷാജി, ശശി ആഴ്ചത്ത്, V അപ്പു മാസ്റ്റർ, MA അമ്മണി എന്നിവർ സംസാരിച്ചു. അറിയിപ്പ്. പാവർട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന വിതരണ പൈപ്പ് ലൈൻ കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ തകരാറിലായതിനാൽ കടവല്ലൂർ, കാട്ടകാമ്പാൽ, പോർക്കുളം, വടക്കേക്കാട്, പുന്നിയൂർ, പുന്നിയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുന്നംകുളം നഗരസഭാ പരിധിയിൽ ഭാഗികമായും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വയോജന ഭിന്നശേഷി നിർണയ ക്യാമ്പ് മങ്ങാട് RCC LP സ്കൂളിൽ നടന്നു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, PM സജി, KB ബബിത, സ്വപ്ന പ്രദീപ്, റീന വർഗീസ്, മാഗി അലോഷ്യസ്, ICDS സൂപ്പർവൈസർ വിനീത എന്നിവർ സംസാരിച്ചു. പൊന്നിൻ ചിങ്ങമാസത്തെ വരവേറ്റ് വടക്കേക്കാട് കൊളത്താപ്പള്ളി മനയിൽ ഇല്ലനിറ ആഘോഷം നടന്നു. രാവിലെ 10 മുതൽ 12 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ശംഖനാഥത്തിന്റെ അകമ്പടിയോടെ കൊളത്താപ്പള്ളി ഭവദാസൻ നമ്പൂതിരി, ജിബിൻദാസ് കൊളത്താപ്പള്ളി എന്നിവർ കതിർക്കറ്റകൾ ശിരസിലേന്തി പ്രദക്ഷിണം വെച്ച് ഗൃഹത്തിൽ പ്രവേശിച്ചു. ജിബിൻദാസ് കൊളത്താപ്പള്ളി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ 18ാം ജനറൽ ബോഡി യോഗവും മരണാനന്തര സഹായ വിതരണവും സംഘടിപ്പിച്ചു. റൂറൽ ബാങ്ക് ഹാളിൽ ചാവക്കാട് സബ് ഇൻസ്പെക്ടർ AU മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം പ്രസിഡന്റ് MS ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദീർഘകാലം സംഘടനയുടെ ഓഡിറ്ററായ KR രമേശനെ ചടങ്ങിൽ ആദരിച്ചു. മരണപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ അംഗങ്ങളായ മൊയ്തു, ബൈജു എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ചടങ്ങിൽ നൽകി. VK ഷാജഹാൻ, KK വേണു, KG ഉണ്ണികൃഷ്ണൻ, KS ബിജു, N ബാബു, ഷാജി നരിയാമ്പുള്ളി, KR സുബ്രു, സതീശൻ വൈലി തുടങ്ങിയവർ സംസാരിച്ചു. കൂലി വർധനവ് അട്ടിമറിച്ച സർക്കാർ നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC കുന്നംകുളം മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ടാക്സി പാർക്കിൽ നടന്ന സംഗമം CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KV ശങ്കരനാരായണൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CU ശാന്ത, യൂണിയൻ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അനിത അശോകൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PM ചന്ദ്രിക, TP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ കണ്ണന് മുന്നിൽ ചോതിനാളിലെ പൂക്കളം ഒരുക്കി അമ്പാടി കൂട്ടായ്മ. ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപമാണ് വിവിധ വർണ്ണപ്പൂക്കൾ കൊണ്ട് അമ്പാടി കൂട്ടായ്മ ഒരുക്കിയത്. കേരളത്തിലെ പ്രശസ്ത കുരുത്തോല കലാകാരൻ പുത്തൻചിറ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ സനീഷ് പള്ളിയിൽ, P പ്രസാദ്, K നിതിൻ, P വിനോദ് എന്നിവരാണ് പൂക്കളം തീർത്തത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, ഹരി കൊളാടി, ബാബു ഗുരുവായൂർ, പാലിയത്ത് ഉണ്ണി, കണ്ണൻ തുടങ്ങിയവർ സജ്ജീകരണങ്ങൾ ഒരുക്കി. പൊന്നോണക്കാലത്തെ വരവേറ്റ നാട്. വിവിധങ്ങളിൽ പുഷ്പ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഓണവിപണികൾക്കും മേളകൾക്കും തുടക്കമായി വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികളുമുണ്ടായി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം പിസാറ്റ് കോളേജിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബരം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ നടന്നു. പ്രോഗ്രാം കൺവീനർമാരായ ഫർസാന, ഫെമീന എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ നൃത്യങ്ങളും അരങ്ങേറി. ഓണസദ്യയും ഉണ്ടായിരുന്നു. 29-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഓണാഘോഷം. അന്നേ ദിവസം ഉച്ചവരെ ഓണക്കളിയും തുടർന്ന് കലാപരിപാടികളും ഉണ്ടാകും. കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ഓണാഘോഷം തഹസീൽദാർ OB ഹേമ ഉദ്ഘാടനം ചെയ്തു. ഭൂരേഖ തഹസീൽദാർ KR രേവതി, ഡെപ്യൂട്ടി തഹസീൽദാർമാർ, താലൂക്ക് വില്ലേജ് ജീവനക്കാർ, കുടുംബാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വിവിധ കലാകായിക പരിപാടികൾ, വിജയികൾക്ക് സമ്മാനദാനം എന്നിവ നടത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയുമുണ്ടായിരുന്നു. കീഴാലൂർ GPM-LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം വാർഡ് മെമ്പറുമായ ഷോബി നിർവഹിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും
കുട്ടികളും ചേർന്ന് പൂക്കളമൊരുക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്ന് ഓണത്തിന്റെ ഐതിഹ്യം നാടകമായി അവതരിപ്പിച്ചു. വിവിധ ഓണക്കളികളിൽ രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു. തുടർന്ന് മത്സരങ്ങളിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. PTA അംഗങ്ങൾ, SMC അംഗങ്ങൾ, വികസന സമിതി അംഗങ്ങൾ, വായനശാല പ്രവർത്തകർ, സ്കൂളിൽ ജോലി ചെയ്തു വിരമിച്ച അധ്യാപകരും, അധ്യാപകർ, രക്ഷിതാക്കൾ, വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും തലങ്ങളിലേക്ക് തള്ളിവിടാതെ സൗഹൃദത്തിന്റെ പാതയിലേക്ക് നയിക്കണമെന്ന് ചെറുതുരുത്തി ഗുരുപ്രഭാശ്രമം സെക്രട്ടറി സ്വാമി അമയാനന്ദ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ ആത്മീയ ക്ലബ്ബും സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തിയ സമന്വയ ഓണം മതസൗഹാർദ്ദ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗഹൃദ സംഗമം അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വാല്യൂ എഡ്യൂക്കേഷൻ ഡയറക്ടർ EM മുഹമ്മദ് അമീൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ J ഫരീദ അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ സണ്ണി ചാക്കോ, മസ്ജിദ് റഹ്മ, മഹല്ല് ഖത്തീബ് സലീം മമ്പാട് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ഓണം സൗഹൃദ സന്ദേശം നൽകി. പീനിയ പ്രാർത്ഥന നടത്തി. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, IQAC കോർഡിനേറ്റർ ജുബി ജോയ്, സുനിയ ഇബ്രാഹിംകുട്ടി എന്നിവർ പങ്കെടുത്തു. സെന്റർ ഫോർ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ TE ഹൈറുനിസ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ KA ധന്യ നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ KA അസീസ്, TK പ്രഹ്ലാദൻ, ബിജു വാഴപ്പിള്ളി, TA വേലായുധൻ, CI മറിയാമ്മ, ഉമാദേവി കണ്ടംപുള്ളി, ലക്ഷ്മി പനോക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നിസ് മാറൂക്കി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് മഞ്ജു ആന്റണി അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ ഷനിൽ KS, സ്റ്റാഫ് പ്രതിനിധി ലീന KG എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ മെഗാ തിരുവാതിര, ഊഞ്ഞാൽ, വഞ്ചി, അമ്മമാരുടെ തിരുവാതിര, ഓണപ്പാട്ട്, ഓണസദ്യ എന്നിവയുമുണ്ടായി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ അമ്പിളി മഹിളാ സമാജം അംഗനവാടിയിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് മെമ്പർ ശ്രീമതി അഖില മുകേഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. രക്ഷിതാക്കളുടെ പൂക്കള മത്സരവും വടംവലി മത്സരവും നടത്തി. ഓണസദ്യയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ALMSC അംഗങ്ങളും വയോജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. വേലൂർ RMLP സ്കൂളിൽ ചെണ്ടുമല്ലി പൂക്കൃഷി വിളവെടുപ്പ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VV വിജിനിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ CJ ജിജു, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ സംസാരിച്ചു. PTA വൈസ് പ്രസിഡന്റ് NC സിജോ, മാതൃസംഘം പ്രസിഡന്റ് സവിത, വൈസ് പ്രസിഡന്റ് അശ്വതി, അധ്യാപകരായ ബിന്ദു ജോസ്, EL ലാലി, PK സുനി, ലിസി, VD ചിത്ര, സ്കൂൾ ലീഡർ MS ശ്രേയ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ മുറ്റത്തുനിന്ന് വിളവെടുപ്പ് നടത്തിയ പൂക്കൾ മാത്രം ഉപയോഗിച്ച് ഓണാഘോഷ ദിവസം അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് പൂക്കളം തീർത്തു. ഓണസദ്യയും കലാമത്സരങ്ങളും സമ്മാനദാനവും നടത്തി. വാഗ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കളം തീർത്തു. 20 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് അയ്യപ്പസ്വാമിയുടെ ചിത്രം പൂക്കളത്തിൽ തീർത്തത്. അത്തമുതൽ ക്ഷേത്രത്തിൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കുന്നുണ്ട്. ഓരോ ദിവസവും ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള രൂപങ്ങളാണ് പൂക്കളങ്ങളിൽ ഒരുങ്ങുക. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഓണാഘോഷം ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓണപരിപാടികളുടെ പോസ്റ്റർ വരച്ച് സ്വയം തയ്യാറാക്കിയ 5ാം ക്ലാസ്സുകാരി TV വിദുകയെ ഹെഡ്മാസ്റ്റർ അഭിനന്ദിച്ചു. മഹാബലി, പൂക്കളം, പുലിക്കളി, മംഗനൃത്തം, വാമനവേഷം, സ്കൂൾ മുറ്റത്തെ തിരുവാതിരക്കളി എന്നിവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 13 വിഭവങ്ങളും പായസവും അടങ്ങിയ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഓണക്കളികളും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരായ വിൻസി ജോസ്, ഫ്ലെമിസി പ്രസാദ്, AHCC ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. BRC കോർഡിനേറ്റർ റീജ ബോബി, പൂർവ്വ വിദ്യാർത്ഥി ആര്യൻ നാരായണൻ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ, തൃശൂർ ജില്ലാ സബ് കളക്ടർ സ്വതി മോഹൻ റത്തോട്ട് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഭരണസമിതി അംഗങ്ങളായ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, ബിന്ദു ശർമ്മ, വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ആരിഫ സാബിർ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് AJ ജോസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസലിൻ, അധ്യാപിക അഞ്ജു K ജയൻ എന്നിവർ സംസാരിച്ചു. ഘോഷയാത്രയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും വിവിധ മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരുന്നു. കാട്ടകമ്പൽ YMCA അംഗനവാടിയിൽ ഓണാഘോഷം നടത്തി. YMCA സെക്രട്ടറി അനിൽ P മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷങ്ങൾ രക്ഷാധികാരി ചാൾസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
ട്രഷറർ AV തമ്പി, സോണി സക്കറിയ, ബെന്നി, ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കളമിടൽ, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായിരുന്നു. ഓണസദ്യയും നടത്തി. ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ മാനസഗ്രാമത്തിൽ ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ V. സിമി, ലീഡർമാരായ ഷാരോൺ കൃഷ്ണ, KS അഭിനബ്, ഹബ്സ, S. മുസ്തഫ, NSS വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ക്ലസ്റ്റർ കൺവീനർ P. സൂര്യതേജസ് ഭക്ഷ്യക്കിറ്റ് വിതരണം, സ്കൂൾ തല ഉദ്ഘാടനം നിർവഹിച്ചു. NSS വോളണ്ടിയർമാർ കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് ഓണക്കോടിയും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. കാട്ടുകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 കാഞ്ഞിരത്തിങ്കൽ, ചിറക്കൽ, ആനപ്പറമ്പിൽ, ചെറുവത്തൂർ വർദ്ധുണ്ണിയുടെ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളി പാട്ടുപറമ്പിൽ മോഹിനി കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 1000-ഓളം ചെണ്ടുമല്ലി തൈയാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. വളവും മറ്റും കൃത്യമായി നൽകിയാണ് കൃഷി ചെയ്തത്. കൃഷി ഓഫീസറുടെ കൃത്യമായ നിർദ്ദേശങ്ങളും ലഭിച്ചിരുന്നു. വിളവെടുപ്പിന് തൊഴിലുറപ്പ് തൊഴിലാളിയായ പവിത്രനും സഹായത്തിനുണ്ടായിരുന്നു. കുന്നംകുളം ആർത്താറ്റ് ഹോളി ക്രോസ് CBSE സ്കൂളിൽ pre-KG, LKG, UKG കുട്ടികളുടെ ഓണാഘോഷം നടത്തി. കുട്ടികളെല്ലാവരും പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത് പൂക്കളം നിർമ്മിച്ചു. കുട്ടികളുടെ തിരുവാതിരക്കളിയും ഓണപ്പാട്ടും വിവിധ ഓണക്കളികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഫെബിൻ കുത്തൂർ, KG കോർഡിനേറ്റർ മിസിസ് സന്ധ്യ CV, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണം സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ ഭാഗമായി കലാകാരന്മാരെ ആദരിച്ചു. മാക് ഓഫീസിൽ നടന്ന സംഗീത കൂട്ടായ്മയിൽ പ്രസിഡന്റ് സത്യാനന്ദ് K. ശങ്കർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഓണസന്ദേശം നൽകി. ചലച്ചിത്ര സംവിധായകൻ റജീസ് ആന്റണി, കേരള പോലീസ് വിരലടയാള വിഭാഗം ചീഫ് KS ദിനേശൻ എന്നിവർ മുഖ്യാതിഥികളായി. ജവഹർ കണ്ടാണശ്ശേരി, ദിനേശ് കുമാർ, അജയ് ഘോഷ്, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ലിജിത് തരകൻ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷും ഓമനക്കുട്ടനും നയിച്ച സംഗീത പരിപാടിയുണ്ടായി. കീബോർഡിൽ ജോഷി, ഗിറ്റാറിൽ സത്യാനന്ദ്, ഹരി പൂങ്കുന്നം, തബലയിൽ അജയഘോഷ്, ഫ്ലൂട്ടിൽ ഷാജു നിലമ്പൂർ, റിതം പാഡിൽ സുധാമണി, ഡ്രംസിൽ കരുണൻ എന്നിവർ സംഗീത പരിപാടിയിൽ പിന്നണിയൊരുക്കി. വിഭവസമൃദ്ധമായ ഓണസദ്യയും വിവിധ ഓണക്കളികളും അരങ്ങേറി. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ ഓണാഘോഷത്തിന് ഒരുക്കമായി. സ്കൂൾ PTA നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കും. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് പായസമടക്കമുള്ള സദ്യ ഒരുക്കുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് ഘോഷയാത്രയുണ്ടാകും. ചെണ്ടമേളവും പ്രജന്നവേഷധാരികളും യാത്രയിൽ അണിനിരക്കും. മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറും. വിശിഷ്ടാതിഥിയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പങ്കെടുക്കും. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറോക്കി, PTA പ്രസിഡന്റ് ഡൊമിനിക് കൂനമുച്ചി, പ്രധാനാധ്യാപിക TT ബീന എന്നിവർ നേതൃത്വം നൽകും. പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പങ്കെടുക്കും. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉത്സവമായ ഓണത്തിന്റെ പഴയകാല സ്മരണകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയാണ് പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാലി മരിയ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനീത ഫിനോജ് അധ്യക്ഷയായി. ഓണത്തിന്റെ ഐതിഹ്യം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം ആരംഭിച്ചു. കുട്ടികളും അമ്മമാരും ചേർന്നൊരുക്കിയ തിരുവാതിര, വള്ളംകളി, ഓണപ്പാട്ട് എന്നിവയ്ക്കൊപ്പം മാവേലിയെ കാണാൻ പുതിയ കാലത്തിന്റെ വേറിട്ട ശൈലിയിൽ റാമ്പ് വാക്കുമായി എത്തിയ കുഞ്ഞു മലയാളി മങ്കമാർ അണിനിരന്നു. മാവേലി മനനും മങ്കമാരും ഓണക്കളികളും കുട്ടികൾക്ക് പുത്തൻ ഓണക്കാഴ്ചകൾ സമ്മാനിച്ചു. MPTA പ്രസിഡന്റ് നിമ്മി ഫിജോ, അധ്യാപകരായ AG ആൻഡോ, സിസ്റ്റർ ലിനി മരിയ, ജാൻസി, സിസ്റ്റർ സിജ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് KS, ശശിധരൻ, ഷിനോജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാഴയിലത്തുമ്പിൽ വിഭവസമൃദ്ധമായ സദ്യയും ആസ്വദിച്ചുകൊണ്ടാണ് ഓണപരിപാടികൾ സമാപിച്ചത്. KCPHM LP സ്കൂൾ എടകരയിൽ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിച്ചു. പൂക്കള മത്സരം, ഓണസദ്യ, കുട്ടികൾക്കായി മത്സരങ്ങളും നടന്നു. 1ഉം 2ഉം സ്ഥാനം നേടിയ ടീമിനെ പ്രധാനാധ്യാപിക TL ഷിജി ട്രോഫി നൽകി അഭിനന്ദിച്ചു. ഓണാഘോഷത്തിന് PTA പ്രസിഡന്റ് ഷാനി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വാർഡ് മെമ്പർ വിശ്വനാഥൻ മാസ്റ്റർ, OSA പ്രതിനിധി സലീം എന്നിവർ സന്നിഹിതനായിരുന്നു. അധ്യാപകരായ അബ്ദുൽ ഗഫൂർ, ഗീത KV, താഹിറ KM, ഷഹന PK എന്നിവരും ഉണ്ടായിരുന്നു. ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്കിൽ നടത്തുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർക്കും അംഗൻവാടി അധ്യാപകർക്കുമായി പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്വിസ് മത്സരം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ, സാമൂഹികാരോഗ്യ കേന്ദ്രം, കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിലായിട്ട് നടത്തിയ മത്സരം പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ER ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസറുടെ ചുമതല വഹിക്കുന്ന KU ജയശ്രീ അധ്യക്ഷയായി. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഇൻചാർജ് ജെസ്സി ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ A. മുഹമ്മദ് യാസിക് എന്നിവർ സംസാരിച്ചു.
ചൊവ്വനൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ ക്വിസ് മാസ്റ്ററായി. ആശാപ്രവർത്തകർക്കായുള്ള മത്സരത്തിൽ രജിത പെരുമ്പിലാവ് 1ാം സ്ഥാനവും റുക്കിയ കണ്ടാണശ്ശേരി 2ാം സ്ഥാനവും നേടി. അംഗൻവാടി അധ്യാപകർക്കായുള്ള മത്സരത്തിൽ VN സുധി 1ാം സ്ഥാനവും മേബൽ സുജ 2ാം സ്ഥാനവും നേടി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ NC ഇല്യാസ്, UR ഷിജി, KS നിമിഷ, RA ഫസീല, എപ്പിഡമോളജിസ്റ്റ് സുബ്രഹ്മണ്യൻ, KV ഭവദാസ് എന്നിവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തിരിമറിക്കെതിരെ വോട്ട് ചോരി പ്രക്ഷോഭവും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കാരത്തിലൂടെ കൂട്ടത്തോടെ വോട്ടർമാരെ പട്ടികയിൽ നിന്നും മാറ്റുന്നതിനെതിരെ വോട്ട് അധികാർ യാത്രയും നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. കോൺഗ്രസ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്ത പ്രകടനത്തിന് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ K കമറുദ്ദീൻ, നാസർ കല്ലായി, MM മനീഷ്, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, കുഞ്ഞുമുഹമ്മദ് PA റസാഖ്, കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PK ദേവദാസ്, നിഷ രഗേത്ത്, ഷാജി കാസ്മി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MA മഹേഷ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേ പുന്നയൂർ പൂഴിക്കള തെക്കിനിയത്ത് പടി റോഡിൽ നിരന്തരം ആവർത്തിച്ചിരുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരമായി സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ച് നന്മ UAE ഖത്തർ കമ്മിറ്റികൾ. നന്മ കൺവീനർ ഹനീഫ മുളച്ചം വീട്ടിൽ, ഖത്തർ കമ്മിറ്റി പ്രസിഡന്റ് അസീസ് ആട്ടൂര എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് മേഖലയിൽ 7 ഇടങ്ങളിലായിട്ടാണ് സേഫ്റ്റി മിററുകൾ സ്ഥാപിച്ചത്. പുന്നൂർക്കുളം സാഹിത്യ സമിതി കവയത്രി ബാലാമണി അമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനെ സമ്മാനിക്കും. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച കുന്നത്തൂർ MP പാലസിൽ വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപഹാര സമർപ്പണം നിർവഹിക്കും. KV മോഹൻകുമാർ IAS, NK അക്ബർ MLA തുടങ്ങി സാഹിത്യ, രാഷ്ട്രീയ, പൊതുമേഖലകളിലെ നിരവധി പേർ പങ്കെടുക്കും. ചടങ്ങിന്റെ ഭാഗമായി പുസ്തക പ്രദർശനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രം ശ്രീകോവിലിലും പ്രവേശന കവാടങ്ങളിലും അരിമാവ് കൊണ്ട് അണിഞ്ഞ് നിറയ്ക്ക് മുന്നോടിയായി ഒരുക്കങ്ങൾ ചെയ്തു. മേൽശാന്തി ശ്രീപതി എമ്പ്രാന്തരി, രാജൻ എമ്പ്രാന്തരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ലക്ഷ്മി പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് കതിർ വിതരണം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. വിശ്വ സനാതന ധർമ്മവേദിയുടെ സംസ്ഥാനതല നേതൃസംഗമവും സത്സംഗവും ഗുരുവായൂരിൽ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അനിൽ നായർ വയനാട് ആമുഖ പ്രഭാഷണവും VC രാജഗോപാൽ മുഖ്യപ്രഭാഷണവും നടത്തി. ലക്ഷ്മി സുരേഷ്, KT ശിവരാമൻ നായർ, ഉണ്ണികൃഷ്ണൻ വട്ടോളി, ഭാസ്കരൻ തൃശൂർ, M സജീവ്, K മോഹനകൃഷ്ണൻ, R രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായി മൗനയോഗി സ്വാമി ഹരിനാരായണൻ, വർക്കിംഗ് പ്രസിഡന്റായി VC രാജഗോപാലൻ, ജനറൽ സെക്രട്ടറിയായി അനിൽ S നായർ, ട്രഷററായി ലക്ഷ്മി സുരേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചിന്മയ മിഷൻ ഗുരുവായൂർ സെന്ററിന്റെയും കാവേട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര സേവാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭഗവത് ഗീതാ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ചിന്മയ മിഷൻ ട്രസ്റ്റി ഡോക്ടർ ഉഷാജി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സെന്റർ പ്രസിഡന്റ് പ്രൊഫസർ N വിജയൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ സെന്റർ ആചാര്യനും ബാലവിഹാർ കേരള സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ സുധീഷ് ജിയാണ് യജ്ഞാചാര്യൻ. ചിന്മയ മിഷൻ സെക്രട്ടറി C സജിത് കുമാർ, അനൂപ് ശർമ്മ, കാവേട് ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് M ഹേമ ടീച്ചർ, സെക്രട്ടറി ഡോക്ടർ സുരേഷ് നായർ, ട്രഷറർ കരുണാകരൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗീതാജ്ഞാനയജ്ഞം സെപ്റ്റംബർ 1 സമാപിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9405, സ്വർണം പവന് 75,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 126 രൂപ. ചർമ്മം ചിറമനങ്ങാട് കിഴക്കൂട്ട് വേലായുധൻ മകൻ രാജു എന്ന ശശീന്ദ്രൻ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാക്കശ്ശേരി സെന്റ് ആന്റണീസ് കുരിശുപള്ളിക്ക് സമീപം കുണ്ടുകുളങ്ങര അറക്കൽ ഡോക്ടർ ജോണി നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ആനി ജോൺ ഭാര്യയും ഡോക്ടർ സിബി ജോൺ സെബാസ്റ്റ്യൻ മകനുമാണ്. കടങ്ങോട് പുതൂർ ലക്ഷ്മിക്കുട്ടിയമ്മ നിര്യാതയായി. 96 വയസ്സായിരുന്നു. പരേതനായ നീട്ടിയത്ത് പത്മനാഭൻ നായർ ഭർത്താവും പത്മിനി, നളിനി, രാധാകൃഷ്ണൻ, രാജൻ, ജലജ, സുധ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അധ്യാപികമാരുടെ വിവാദ പരാമർശങ്ങളെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന
കല്ലമ്പുറം സിറാജുൽ ഉലൂം സ്കൂളിലെ ഓണാഘോഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് ആവേശകരമാക്കി. ഇന്നും സ്കൂളിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. മാനേജ്മെന്റിന്റെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷം ഭക്തിസാന്ദ്രം. ഇല്ലംനിറ തൊഴുത് നിറക്കതിർ പ്രസാദമായി ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നത് ആയിരങ്ങൾ. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ പിടികൂടി. ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘവുമാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പ്രതികളെ പിടികൂടിയത്. മയക്കുമരുന്ന് കൊണ്ടുവന്നിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. ഉറവിടത്തെപ്പറ്റിയും വിതരണ ശൃംഖലയെപ്പറ്റിയും അന്വേഷണം നടത്തും. എരുവപ്പെട്ടി പതിയാരത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.